സാങ്കേതിക വിദ്യയെ പരിപൂർണമായിട്ട് തമസ്കരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് നമുക്കൊരു ജീവിതം സാധ്യമല്ല, അല്ലേ? അതുപോലെ തന്നെയാണ് സാങ്കേതിക വിദ്യയെ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിനോടും നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സാങ്കേതിക വിദ്യയോടൊന്ന് മാറി നിൽക്കാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കമ്പനി HR-ലേക്ക് ഒരു ലെറ്റർ തയ്യാറാക്കണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച്, നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്തിട്ട് ഒരു ലെറ്റർ തയ്യാറാക്കുക. ലെറ്റർ തയ്യാറാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT പോലുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവ് ഒരു കേടുപാടും കൂടാതെ അത് അവിടെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരു പോറലേൽക്കാതെ അതും അവിടെ തന്നെ നിൽക്കും. അപ്പം നമ്മുടെ കഴിയാവുന്ന മേഖലകളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യയോട് കുറച്ച് മാറി നിൽക്കാൻ പറയാം.